ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ സ്വർണ്ണവില ഇടിയുന്നു. ഇറാൻ ഇസ്രയേൽ US സംഘർഷ സമയത്ത് എണ്ണവിലയിലുണ്ടായ അപ്രതീക്ഷിത കുതിപ്പാണ് സ്വർണ്ണത്തിന് തിരിച്ചടിയായത്. ഇന്ന് 3000 രൂപയിലധികം സ്വർണ്ണവില കുറഞ്ഞത് ഉപഭോക്താക്കൾ പ്രയോജനപ്പെടുത്തുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷയും. സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടെ രേഖപ്പെടുത്തുന്നത്. ഈ വർഷം ആദ്യം ഔൺസിന് $5000 മുകളിലുണ്ടായിരുന്ന വില നിലവിൽ $4300 കൂപ്പുകുത്തിയിരിക്കുകയാണ്. സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. വില ഔൺസിന് $4300 നിന്ന് $4000 കുറയുമെന്ന പ്രവചനങ്ങളും പുറത്തുവരികയാണ്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളിലെ മാറ്റങ്ങളും വിപണിയിലെ പിന്തുണ കുറയുന്നതുമാണ് പ്രവചനങ്ങൾക്ക് കാരണം. പ്രതിസന്ധി കാലത്ത് സാധാരണയായി സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായാണ് കാണുന്നത്. എന്നാൽ ഇറാൻ ഇസ്രയേൽ US സംഘർഷ സമയത്ത് എണ്ണവിലയിലുണ്ടായ അപ്രതീക്ഷിത കുതിപ്പാണ് സ്വർണത്തിന് തിരിച്ചടിയായത്. ഇതിനിടയിൽ സ്വർണത്തിന്റെ വില ഉയരാൻ കാരണമായ ഘടകങ്ങളിലൊന്നായ കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ വാങ്ങലുകൾ കുത്തനെ ഇടിഞ്ഞതും ETF-ലേക്കുള്ള ഒഴുക്ക് മന്ദഗതിയിലായതും വിപണിയെ ബാധിച്ചു. നേരത്തെ സ്വർണം $5000 ആകുമെന്നും വെള്ളി $100 പ്രവചനങ്ങളുണ്ടായിരുന്നു. ഉയർന്ന ഭൂരാഷ്ട്ര അപകട സാധ്യത, വിപണിയിലെ വിതരണക്കുറവ്, ഫെഡറൽ റിസർവിന്റെ നയപരമായ അനിശ്ചിതത്വം എന്നിവയാണ് ഈ പ്രവചനങ്ങൾക്ക് കാരണമായത്. എന്നാൽ പിന്നീട് ആഗോള സാഹചര്യങ്ങളിലുണ്ടായ മാറ്റങ്ങൾ സ്വർണ്ണവിലയിലെ മുന്നേറ്റം മന്ദഗതിയിലാക്കി. അതേസമയം വെള്ളി സ്വർണ്ണത്തെ അപേക്ഷിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിപണി വിദഗ്ധർ പറയുന്നുണ്ട്. വരും കാലങ്ങളിൽ വിലയേറിയ ലോഹങ്ങളിൽ നിന്നുള്ള നേട്ടം ക്രമേണ വ്യവസായ ലോഹങ്ങളിലേക്ക് മാറുമെന്നാണ് വിലയിരുത്തൽ. അലുമിനിയം, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങൾ 2026 രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്. സ്വർണം ഔൺസിന് $4000 വീണാൽ സ്വാഭാവികമായും കേരളത്തിലും വിലയിൽ വലിയ ഇടിവുണ്ടാകും. നിലവിൽ 1,09,000 രൂപയിൽ നിൽക്കുന്ന സ്വർണ്ണവില ഇനിയും ഇടിഞ്ഞ് 90,000 രൂപയ്ക്ക് താഴെ എത്തിയേക്കാമെന്ന പ്രവചനങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ ഗ്രാം വില 12,000-നും താഴെയെത്തും. ഇന്ന് 3000 രൂപയിലധികം സ്വർണ്ണവില കുറഞ്ഞത് ഉപഭോക്താക്കൾ പ്രയോജനപ്പെടുത്തുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. സ്വർണ്ണവില കുറയണമെന്നാണ് ജ്വല്ലറി വ്യാപാരികളും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മാത്രമേ ജ്വല്ലറികളിൽ വ്യാപാരം നടക്കൂ. നിലവിൽ സ്വർണ്ണ വ്യാപാരം മന്ദഗതിയിലായത് സ്വർണ്ണ വ്യാപാരികളെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.